ഒന്നു തൊടേണമേ. ആരാധനയെ യേശുവേ. ഹല്ലേലൂയ മറനാത്ത. ഹല്ലേലൂയ മറനാത്ത. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൽ സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ മാറാനാത്ത ശുശ്രൂഷകളിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്നേഹത്തോടെ സ്വാഗതം. നമുക്ക് ഈ ദിവസം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാനും വചനത്തിൻ്റെ അഭിഷേകത്താൽ ജ്വലിക്കപ്പെടാനും ആഗ്രഹിച്ചുകൊണ്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഓ പിതാവായ ദൈവമേ, അങ്ങയുടെ വാഗ്ദാന പ്രകാരം ആത്മാവിനെ അടിയങ്ങളിലേക്ക് വർഷിക്കണമേ. വചനത്തിൻ്റെ ശക്തിയും വചനത്തിൻ്റെ അഭിഷേകവും ഞങ്ങളെല്ലാവരും തൊട്ടറിയാൻ തക്ക രീതിയിൽ നിൻ്റെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹാലലൂയ 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 ഹാലലൂയ. തടസ്സങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങളിലേക്ക് കരകവിഞ്ഞൊഴുകട്ടെ. കർത്താവേ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല മക്കളിലേക്കും നിൻ്റെ അത്ഭുത അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യമാണ് നമ്മൾ ഈ ദിവസം പ്രാർത്ഥിക്കുന്നത്. വചനം പഠിപ്പിക്കുന്നു, ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു, നൽകേണ്ടത് പിടിച്ചു വച്ചിട്ടും മറ്റൊരുവൻ്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. അനേക വ്യക്തികളും കുടുംബങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തെപ്പറ്റി സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പറയുകയാണ്. ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ കൂടുതൽ ധനികനാകുന്നു, നൽകേണ്ടത് പിടിച്ചു വെച്ചിട്ടും മറ്റൊരാളുടെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. രണ്ട് വർധനവാണ്. ഒന്ന് ധനം വർദ്ധിക്കുന്നു, മറ്റത് ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ധനം വർദ്ധിക്കുന്നതിൻ്റെ ഒരു കാരണം ബൈബിള് പറയുകയാണ്, അയാൾ ഉദാരമായി നൽകുമ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ വചനം അതാണ്, നമുക്കറിയാം. ലൂക്കാ 6:38, കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലേക്ക് ഇട്ട് തരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലേക്ക് ഇട്ട് തരും. എൻ്റെ ഇവിടെ കഴിഞ്ഞ വർഷം ഒരു വ്യക്തി ഹോളി ലാൻഡ് സന്ദർശിക്കാൻ വന്നു. അയാൾ വേറൊരു ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്, IPC സഭയിൽപ്പെട്ട ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ അനുഭവം പറയുകയായിരുന്നു. അവരുടെ സഭയിൽ ഈ ദശാംശം കൊടുക്കുന്ന കാര്യത്തിൽ വളരെയധികം നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് കൃത്യമായ ദശാംശം അദ്ദേഹം കൊടുത്ത് പഠിച്ചു. അദ്ദേഹം പറയണം, അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിനും അവരുടെ സഭയിലെ മറ്റു പല ആളുകൾക്കും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടായതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ദശാംശം കൃത്യമായിട്ട് കൊടുത്തതാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരിക്കലും ഒരു ദേവാലയത്തിൽ ചില പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ചില ആളുകൾക്കൊരു ചെറിയ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദശാംശത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഒരു ചേച്ചി എഴുന്നേറ്റ് അവർ പറഞ്ഞു, അച്ഛാ എനിക്കൊരനുഭവം പറയാനുണ്ട്. അവർ പറഞ്ഞു, അവരുടെ വീട്ടിൽ രോഗം അങ്ങോട്ട് മാറുന്നില്ല. ഒരു ആൾക്ക് രോഗം മാറി അടുത്ത ആൾക്ക് രോഗം, ഇങ്ങനെ രോഗം കൊണ്ട് എല്ലാ ദിവസവും 10-30 രൂപയുടെ മരുന്ന് അവരുടെ കുടുംബത്തിൽ ആവശ്യമാണ്. ഒരു സാധാരണ തയ്യൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയാണ് അവർ. പ്രിയപ്പെട്ടവരെ, അവരെന്നോട് പറഞ്ഞ, അച്ഛാ അതിനുശേഷം ഞാൻ ദശാംശത്തെക്കുറിച്ചുള്ള ക്ലാസ് കേട്ട് കഴിഞ്ഞപ്പോൾ ദശാംശം കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി എനിക്കൊരു ബോധ്യമുണ്ടായി. ഞാനൊന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഞാനൊരു ദശാംശപ്പെട്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാ ദിവസവും എനിക്ക് 100 രൂപ അധ്വാനിച്ച് കിട്ടുന്നതിൻ്റെ 10-1 10 രൂപ ഈ ബോക്സിലേക്ക് ഇടാനായിട്ട് ആരംഭിച്ചു. 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് വ്യത്യാസം ഉണ്ടായത്. 5-6 മാസം കഴിഞ്ഞപ്പോഴേക്കും അത്ഭുതമെന്ന് പറയട്ടെ, ആ സ്ത്രീ പറയാണ്, അച്ഛാ എൻ്റെ കുടുംബത്തിൽ നിന്ന് രോഗത്തിൻ്റെ പീഡ മാറാനായിട്ട് ആരംഭിച്ചു. എല്ലാ ദിവസവും 10-30 രൂപ മരുന്നിന് കൊടുക്കേണ്ട ഗതികേടുണ്ടായിരുന്ന അവസ്ഥ മാറി. എൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായ പുരോഗതി ഉണ്ടായി. ഒരു കൂട്ടിച്ചേർക്കാണ്, ദശാംശം കൊടുക്കുന്നതാണ് ലാഭം. ആശുപത്രി 30 രൂപ മറ്റത് കൊടുക്കണമായിരുന്നു, ഇപ്പോൾ 10 രൂപ ദൈവത്തിൻ്റെ കാര്യത്തിന് കൊടുത്തേച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ കൂടുതൽ ധനികനാകുന്നു, നൽകേണ്ടത് പിടിച്ചു വെച്ചിട്ടും മറ്റൊരു വ്യക്തിയുടെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ വീട്ടമ്മ എന്നോട് പറയുകയാണ്, അച്ഛാ ദശാംശം കൊടുക്കാനായിട്ട് ഞാൻ ആരംഭിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് ദാരിദ്ര്യം പതുക്കെ വിട്ടുപോയിരുന്നു.
പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മടി പിടിച്ച് ആ കാര്യം അവഗണിച്ച് ദശാംശം കൊടുക്കുന്ന പരിപാടി അങ്ങോട്ട് മാറ്റിവെച്ചു. അതുകൊണ്ട് അവർ പറയാണ്, ദശാംശം കൊടുക്കണത് ഞാൻ നിർത്തിവെച്ച് കഴിഞ്ഞപ്പോൾ ദാരിദ്ര്യം വർദ്ധിച്ചു. വീണ്ടും ഞാൻ ദശാംശം കൊടുക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടായി. അനേക ആൾക്കാർക്ക് ഈ ഒരു അനുഭവമുണ്ട്. ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് വലിയ ഒരു കരുതൽ ആവശ്യമാണ്. എൻ്റെ സ്വന്തം ഇടവകയിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു അനുഭവ സാക്ഷി പ്രകാരമാണ്. ഞാൻ ഇടവകയിൽ വികാരിയായി 3-4 കൊല്ലം മുമ്പ് ചാർജ് എടുത്തപ്പോൾ ഒരു ധ്യാനം ഇടവകയിൽ നടത്തി. ധ്യാനത്തിൻ്റെ കൂട്ടത്തിൽ ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് ഒരു പ്രഭാഷണം നടത്തി. കുറേ ആളുകളെയൊക്കെ ആ വചനം സ്പർശിച്ചു. അങ്ങനെ ഞാൻ ഈ പറയുന്ന ഈ വ്യക്തിയെ വചനം അത്ഭുതകരമായിട്ട് സ്പർശിച്ചു. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഞാൻ ദശാംശം കൊടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് അദ്ദേഹം ഒരു കാര്യം ചെയ്തു. 2-3 മാസത്തെ ദശാംശം ഒരുമിച്ച് കൂട്ടി അദ്ദേഹം പള്ളിയിലെ ശുശ്രൂഷയ്ക്കാട്ടം കൊണ്ട് കൊടുത്തു. വളരെ ചെറിയൊരു സംഖ്യയായിരുന്നു. പക്ഷേ അദ്ദേഹം അത് കൊടുത്തു. അതിനുശേഷം എല്ലാ മാസവും കൊടുക്കാനായിട്ട് ആരംഭിച്ചു. അദ്ദേഹം എന്നോട് പറയാം, അച്ഛാ, അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ ബിസിനസ്സിൽ അത്ഭുതകരമായിട്ട് ഉയർച്ച ദൈവം നൽകി. അത്ഭുതകരമായിട്ട് ഉയർച്ച. ഇന്ന് അദ്ദേഹം പറയാണ്, ഒരു മാസം ഒരു 10,000 രൂപ ദശാംശം കൊടുക്കാൻ തക്ക രീതിയിൽ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ധാരാളം പേരുടെ അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. ഒരുപക്ഷെ ദശാംശം കൊടുത്ത് അനുഗ്രഹം പ്രാപിച്ചതിൻ്റെ എന്നേക്കാൾ കൂടുതൽ അനുഭവത്തിലിരിക്കുന്ന വ്യക്തികൾ ഈ വചനം കേൾക്കുന്നുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരെ, കൂടുതൽ അഭിഷേകവും അനുഗ്രഹവും സാമ്പത്തിക മേഖലയിൽ മാത്രമല്ല, ആത്മീയ മേഖലയിലും കർത്താവ് നമുക്ക് നൽകും. ഒരു ദിവസം ഒരു കുട്ടി പറയുമായിരുന്നു, അവൻ്റെ ജീവിതത്തിൽ അവൻ തൻ്റെ സമയത്തിൻ്റെ 10-1 അവനേക്കാൾ പഠിക്കാൻ മോശമായിട്ടുള്ള അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് അവൻ തീരുമാനിച്ചു. അത്രയും കാലം അവന് വേണ്ടി പഠിച്ചു. പക്ഷേ അവൻ ഈ ദശാംശത്തെക്കുറിച്ച് കേട്ട് അവന് തോന്നി, അവന് പൈസയേക്കാൾ അപ്പുറത്ത് അവൻ്റെ സമയത്തിൻ്റെ 10-1 അവൻ പാവപ്പെട്ട അവൻ്റെ ക്ലാസ്സിലെ വീക്കായിട്ടുള്ള ബലഹീനതയുള്ള കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ തീരുമാനിച്ചു. അവനങ്ങനെ തൻ്റെ സമയത്തിൻ്റെ 10-1 മാറ്റിവെച്ചപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, അവൻ്റെ ബുദ്ധിക്ക് കൂടുതൽ പ്രകാശം കിട്ടിയതിനേക്കാൾ അപ്പുറത്ത് ധാരാളം കുട്ടികൾ അവനിലൂടെ രക്ഷ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയം, നമ്മുടെ പണം, നമ്മുടെ വിദ്യാഭ്യാസം, എല്ലാറ്റിൻ്റെയും ഒരു പങ്ക് നമ്മൾ മാറ്റിവെക്കണം. ദൈവവേലയ്ക്കായിട്ട് മാറ്റിവെക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 10-1 മാറ്റിവെക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത് മാറ്റി വെച്ചില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ കൊള്ള ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് മലാക്കിയുടെ പ്രവചനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. മലാക്കിയുടെ പ്രവചനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായി നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു. എങ്ങനെയാണ് ഞങ്ങൾ അങ്ങയെ കൊള്ള ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ. പ്രിയപ്പെട്ടവരെ, ദശാംശം നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ കൊള്ള ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് ദൈവത്തിൻ്റെ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ദൈവത്തെ കൊള്ള ചെയ്തിട്ടുണ്ടോ എന്ന് ശക്തമായിട്ട് നമ്മൾ ആലോചിക്കണം. ഒരു പക്ഷേ ദൈവികമായ കാര്യങ്ങളും ദൈവവേലയും ഞാൻ കൊടുക്കാത്തത് കൊണ്ട് ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. തുടർന്ന് ബൈബിൾ പ്രകാരം പറയുകയാണ്, നിങ്ങൾ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അഭിശപ്തരാണ്. ഒരു സാമ്പത്തിക ശാപം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നതിനുള്ള വലിയ സാധ്യതയാണ് ഞാൻ ദശാംശം കൊടുക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. തുടർന്നുള്ള വചനപ്രകാരമാണ്, ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ. എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗകവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. വചനം പറയാണ്, നിങ്ങൾ പരീക്ഷിക്കുവിൻ. ഞാൻ നിങ്ങൾക്കായി സ്വർഗകവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ. തുടർന്ന് ബൈബിൾ പറയാ, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുക്കിളികളെ ശാസിക്കും. അവൻ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല. നിങ്ങളുടെ വയലിലെ മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അനുഗ്രഹീതരെന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും. പ്രൈസ് ദി ലോർഡ്. കോയമ്പത്തൂരുള്ള ഒരു ചേട്ടനെ ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുന്ന ഒരു അനുഭവം ഇതാണ്. കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു ബൈബിൾ കൺവെൻഷനിൽ കൂടിക്കഴിഞ്ഞപ്പോൾ ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് അന്ന് വലിയ ബിസിനസ്സൊന്നും ഉണ്ടെങ്കിലും തരക്കേടില്ലാത്ത ബിസിനസ്സാണ്. അദ്ദേഹം ഒരു 10-15,000 രൂപ അന്ന് പള്ളിയിൽ കൊണ്ടുപോയി ആത്മീയ ശുശ്രൂഷയുടെ വിജയത്തിന് വേണ്ടി കൊണ്ടുപോയി കൊടുത്തു. അത് ദശാംശത്തെക്കാൾ അധികമായിട്ടുള്ള നല്ലൊരു സംഖ്യയാണ് കൊടുത്തത്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് അദ്ദേഹം എന്നോട് പറയാണ്, അച്ഛാ, അന്ന് മുതൽ എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങി. വെറും 9 ക്ലാസ് മാത്രം പഠിത്തമുള്ള ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം അത്ഭുതകരമായിട്ട് അയാൾ അഭിഷേകം ചെയ്യാൻ തുടങ്ങി. സാമ്പത്തിക മേഖല തുറന്ന് അത്ഭുതകരമായിട്ട് അങ്ങോട്ട് ഉയർന്നു. അദ്ദേഹം പറയാം, ഏത് പള്ളിയുടെ കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും പള്ളിയിലെ അച്ഛന്മാരോ ആൾക്കാരോ വന്ന് എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. അതിനനുസരിച്ച് ദൈവം എനിക്ക് നൽകാനായിട്ട് തുടങ്ങി. വേറെ രാഷ്ട്രീയ പാർട്ടികൾക്കോ വേറെ കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം കൊടുക്കത്തില്ല. അദ്ദേഹം ദൈവികമായ കാര്യങ്ങൾക്ക്, പള്ളിയുടെ കാര്യങ്ങൾക്ക് ഉദാരമായിട്ട് കൊടുക്കാനായിട്ട് ആരംഭിച്ചപ്പോൾ ഉദാരമായ ദൈവം അയാളെ അനുഗ്രഹിക്കാൻ തുടങ്ങി. അനുഗ്രഹീതരെന്ന് അനേകം ജനതകൾ നിങ്ങളെ വിളിക്കും. ഹല്ലേലൂയ. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. ഞാനും എൻ്റെ ദശാംശം ഞാൻ കൊടുക്കും. ദൈവവേലയ്ക്കായിട്ട് ഞാൻ കൊടുക്കും. പാവങ്ങളെ സഹായിക്കാൻ ഞാൻ കൊടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ ഇപ്രകാരമാണ്: കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക. അപ്പോൾ നിന്റെ ധാന്യപ്പുരകൾ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞ് നിറഞ്ഞു കവിയുകയും ചെയ്യും. നിന്റെ ധാന്യപ്പുരകളിൽ സമൃദ്ധി ഉണ്ടാകുന്നതാണ് പറയണത്. നീ കൊടുക്കണം, ദൈവത്തിൻ്റെ കാര്യങ്ങൾക്കായിട്ട് കൊടുക്കണം. അതിനനുസരിച്ച് അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും നമുക്ക് കിട്ടും. ഞാൻ ഓർക്കാൻ, ഒരിക്കൽ ഒരു നേഴ്സ് അവൾ ധ്യാനം കൂടാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് ഇപ്രകാരമാണ് പറഞ്ഞത്: അച്ഛാ, ദശാംശം കൊടുക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പൻ ഒരു വേദപാഠം പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. ദശാംശം കൊടുക്കാൻ എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചു. എൻ്റെ ശമ്പളം ആദ്യം മുഴുവനും ഞാൻ ദൈവത്തിൻ്റെ കാര്യത്തിന് കൊടുത്തു, മുഴുവൻ ശമ്പളവും. പിന്നെ എല്ലാ മാസവും 10-1 ഞാൻ കൊടുക്കുന്നത്. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 2500 രൂപ ശമ്പളം കിട്ടിക്കഴിഞ്ഞപ്പോൾ 250 രൂപ ഞാൻ ദൈവിക കാര്യങ്ങൾക്കായിട്ട് കൊടുക്കാൻ ആരംഭിച്ചു. ഏതാനും വർഷങ്ങൾ ഞാൻ നിരന്തരമായിട്ട് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് ദൈവം കൃപ തന്നു. തുടർന്ന് മകള് പറയാണ്, അച്ഛാ, എനിക്ക് UK പോകാനുള്ള സെലക്ഷൻ ദൈവം തന്നു. എല്ലാ മാസവും ലക്ഷക്കണക്കിന് രൂപ ശമ്പളം മേടിക്കാൻ അവളെ കർത്താവ് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അപ്പനാണ് എന്നെ പഠിപ്പിച്ചത്. മക്കളെ പഠിപ്പിക്കണം. IT മേഖലയൊക്കെ ഇപ്പോൾ ഒരുപാട് അങ്ങോട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മക്കളുടെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. അത് ദൈവികമായ കാര്യങ്ങൾക്ക് അതിൻ്റെ അംശം കൊടുക്കാൻ നമ്മൾ പഠിപ്പിക്കണം. തോന്നിവാസം നടന്ന് മദ്യപാനത്തിനും കൂത്താട്ടത്തിനും ഒക്കെ നടന്ന് നമ്മുടെ യുവതിവാക്കന്മാരായ മക്കളെ ഇങ്ങനെ നശിപ്പിക്കുന്നത് കാണുമ്പോൾ സങ്കടമാണ്. അപ്പൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്വമാണ് മക്കളെ പഠിപ്പിക്കണം, ദശാംശം കൊടുക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം അതിൻ്റെ 35-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അവിടെ വചനം ഇപ്രകാരം പറയുകയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൻ്റെ 35-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനം നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നു. കാഴ്ച സമർപ്പിക്കുമ്പോൾ നീ മുഖം വാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക. കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. അവിടുന്ന് 7 ഇരട്ടിയായി തിരികെ തരും. സന്തോഷത്തോടെ ദശാംശം കൊടുക്കണം. മുഖം വീർപ്പിച്ച് കൊടുത്തിട്ട് കാര്യമില്ല. സന്തോഷത്തോടെ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, തുറന്ന ബൈബിൾ പറയും 7 ഇരട്ടിയായിട്ട് ദൈവം നമുക്ക് തിരികെ നൽകുന്നവനാണ്. അതാണ് ഈശോ പറഞ്ഞത്, കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിലേക്ക് ഇട്ട് തരും. നിങ്ങൾ അളക്കുന്ന അതേ അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കൊടുക്കണം. കൈകൾ തുറന്ന് നമ്മൾ കൊടുക്കണം. ഒരുപക്ഷെ നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ദശാംശം കൊടുക്കുന്നതിൽ കൃത്യനിഷ്ഠ പാലിക്കാൻ നോക്കിക്കേ. വ്യത്യാസം ഉണ്ടാവും, സംശയമില്ല, വ്യത്യാസം ഉണ്ടാകും. കർത്താവ് ഇടപെടും. അനേക അനുഭവങ്ങൾ എത്രയോ പേർക്കുണ്ട്. ഒരുപക്ഷെ ചില വ്യക്തികളെങ്കിലും ദശാംശം കൃത്യമായിട്ട് കൊടുത്തിട്ട് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നിരാശപ്പെടെ ദുഃഖിക്കരുത്. ഉപരി നന്മയ്ക്കായിട്ട് ദൈവം ഈ കാര്യത്തെ മാറ്റും എന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. വചനത്തിൽ വിട്ടുവീഴ്ചയില്ലാണ്ട് നിങ്ങൾ വീണ്ടും കൊടുക്കണത് തുടർന്നു കൊള്ളണം. ഹല്ലേലൂയ. ദൈവം സ്വർഗം തുറന്ന് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ കോരിന്തോസിന്റെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവാക്യത്തിൽ 6-ാമത്തെ തിരുവാക്യത്തിൽ ഇപ്രകാരം പറയാണ്. കോരിന്തോസിന്റെ 2-ാം ലേഖനം 9:6. സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. പൗലോസ് പറയാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് പ്രിയപ്പെട്ട ദശാംശമൊന്നുമില്ല, അതിനേക്കാളൊക്കെ അപ്പുറത്ത് കൊടുക്കാനുള്ള ഒരു പ്രബോധനമാണ് സെന്റ് പോൾ നമുക്ക് നൽകുന്നത്. യേശുവിൻ്റെ പ്രബോധനം അത് തന്നെയാണ്, നമുക്കറിയാം.
ധാരാളം നമ്മൾ വിതയ്ക്കുമ്പോൾ, പാവങ്ങളെ ധാരാളമായിട്ട് സഹായിക്കുമ്പോൾ, ദേവാലയത്തിൻ്റെ കാര്യങ്ങളെ ധാരാളമായിട്ട് സഹായിക്കുമ്പോൾ, സുവിശേഷ വേലകളെ ധാരാളമായിട്ട് സഹായിക്കുമ്പോൾ ധാരാളം നമ്മൾ കൊയ്തെടുക്കാൻ പറ്റും. ഈ ലോകത്തിലും അതുപോലെ പരലോകത്തിലും സാധിക്കുമെന്നതിന് സംശയമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദശാംശം കൊടുക്കുന്ന കാര്യത്തിൽ ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടായിരിക്കണം. മുദ്രമോതിരം പോലെയാണ് ദൈവം അതിനെ കരുതുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 17:22 ബൈബിൾ പറയുകയാണ്, മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് നമ്മുടെ ഈ കാര്യത്തെ വിലമതിക്കും എന്ന കാര്യത്തിന് സംശയമില്ല. കരങ്ങൾ കൂപ്പി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് സമർപ്പിക്കാം. ദശാംശം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച നടത്തരുത്. അതും കൂടെ സ്വന്തമായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിക്കരുത്. ബൈബിള് പറയുകയാണ്, നൽകേണ്ടത് പിടിച്ചു വെച്ചിട്ടും മറ്റൊരുവൻ്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. നൽകേണ്ടത് പിടിച്ചു വെച്ചിട്ടും മറ്റൊരുവൻ്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ഒരു പക്ഷേ നമ്മുടെ ദാരിദ്ര്യം വർദ്ധിക്കുന്നത് ഇതുകൊണ്ടായിരിക്കാം. നൽകേണ്ടത് പിടിച്ചു വെച്ചിട്ടുണ്ടോ? ചിന്തിച്ച് നോക്കിക്കേ. ദൈവം നൽകുന്നതിൻ്റെ 10-1 പാവപ്പെട്ടവർക്ക്, അതുപോലെ അതിനേക്കാൾ അപ്പുറത്ത് ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് കൊടുക്കാനുള്ള കടപ്പാട് നമുക്കില്ലേ? മാപ്പ് ചോദിക്കാം. കർത്താവെ ക്ഷമിക്കണേ, മാപ്പ് ചോദിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറകളെ നമ്മൾ ഈ കാര്യം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ എളിമയോടുകൂടി ആഴത്തിൽ മാപ്പ് ചോദിക്കും. നമ്മൾ ഭരിക്കുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, പക്ഷെ ദൈവികമായ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചാലും പ്രതിഫലം കിട്ടും. ഒരു നിമിഷം കർത്താവിൻ്റെ വക്കിലേക്ക് ജീവിതങ്ങളെല്ലാം സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. കർത്താവിൻ്റെ അത്ഭുതകരമായ അഭിഷേകങ്ങളെല്ലാം മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും നിറയട്ടെ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവേ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ദശാംശം കൊടുക്കാനുള്ള വലിയ തുറവി നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, ദശാംശം കൊടുക്കുന്നതിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ എല്ലാവർക്കും ശക്തമായിട്ടുണ്ടാകട്ടെ. ഹാലേലൂയ, 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 ഹാലേലൂയ. സമയത്തിൻ്റെയും പണത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും എല്ലാം 10-1 ദൈവികമായ കാര്യങ്ങൾക്ക് മാറ്റിവെക്കാൻ എല്ലാവരെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. Hallelujah, Maranatha. Come, Lord Jesus. വിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യ ഈശോയെ നമുക്ക് ആരാധിക്കാം. കുറച്ച് സമയം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴകളെ ഓർത്ത് മാപ്പ് ചോദിക്കാം. പ്രത്യേകിച്ച് ദശാംശമൊക്കെ കൊടുക്കാതിരുന്നതിലൂടെ എൻ്റെ പണവും എൻ്റെ സമയമൊക്കെ തമ്പുരാന് വേണ്ടി മാറ്റിവെക്കാത്തത് കൊണ്ട് ദൈവിക കാര്യങ്ങൾക്ക് വർധനവുണ്ടായിട്ടില്ലെങ്കിൽ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കണം. മാപ്പ് ചോദിക്കണം ആഴത്തിൽ. ദൈവമേ ക്ഷമിക്കണം, അറിവില്ലാതെയാണ് ഞാൻ ചെയ്തത്, എന്നോട് ക്ഷമിക്കണം, എന്നോട് കരുണ കാണിക്കണം. കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകിയതിൻ്റെ 10-1 ദൈവത്തിന് ഏറ്റവും ചുരുങ്ങിയത് കൊടുക്കാൻ കടപ്പെട്ടിട്ട് അതുപോലും സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തെയും കർത്താവെ സ്പർശിക്കണമേ. പാപങ്ങളും കടങ്ങളെ ഉളച്ചു കൊടുക്കണമേ. അപരാധങ്ങൾ പൊറുക്കണമേ. യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദശാംശം കൊടുക്കാനുള്ള തുറവി കർത്താവ് നമുക്ക് നൽകുകയാണല്ലോ. അതുപോലെ നമ്മുടെ സാമ്പത്തിക മേഖലകളും ഭൗതികമായ എല്ലാ മേഖലകളിലും ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും വ്യക്തികൾ ദശാംശം കൃത്യമായിട്ട് കൊടുത്തിട്ടും തകർന്നിരിപ്പുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ തമ്പുരാൻ്റെ പ്രത്യേക ഇടപെടലുണ്ടാകാൻ വേണ്ടി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും തലമുറയെയും വംശത്തെ എല്ലാം സമർപ്പിക്കാം. മക്കളെ ദശാംശം കൊടുക്കാൻ കൃത്യമായിട്ട് പഠിപ്പിക്കാം. ഈ തീരുമാനങ്ങളെല്ലാം ദിവ്യകാരുണ്യ ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് 2 കരങ്ങൾ ഒരിക്കൽ കൂടി നാഥൻ്റെ പക്കലേക്ക് ഉയർത്തി സ്തുതിച്ച് ആശീർവാദം സ്വീകരിക്കുകയാണ്. ഈ ദിവസം, ഈ നിമിഷങ്ങളിൽ ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഓരോ കുടുംബങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. കെട്ടുകളെ അഴിക്കണമേ. വിടുതൽ നൽകണമേ. തുറവി നൽകണമേ. കൊടുക്കുവാനുള്ള വലിയ മനസ്സ് കൊടുക്കണമേ. ഹാലേലൂയ, 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 ഹാലേലൂയ. യേശു ക്രിസ്തുവിൻ അത്ഭുതകരമായ നാമത്തിൽ ഈ മക്കളെ ഞാൻ ആശീർവദിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, ഓരോ കുടുംബത്തെയും വ്യക്തികളെയും കുടുംബങ്ങളെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ, ശക്തിയാൽ നിറയ്ക്കണമേ. യേശുവേ സ്തോത്രം. Hallelujah, Maranatha. Come, Lord
Lord Jesus. എൻ്റെ പേര് ലീല. എൻ്റെ സ്ഥലം മണ്ണുത്തി. എനിക്ക് 9 മാസമായിട്ട് വിട്ടുമാറാത്ത തലവേദനയും പനിയൊക്കെ ഉണ്ടായിരുന്നു. വെയിൽ കൊണ്ടല്ല പെട്ടെന്ന് പനി വരും, ചുമ വരും. അങ്ങനെ നിത്യം മരുന്ന് കഴിച്ചുകൊണ്ട് ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സെപ്റ്റംബർ 3-ാം ദിവസം 3-ാം തീയതി ഞാനിവിടെ സെപ്റ്റംബറിലെ ആദ്യ വെള്ളിയാഴ്ച ഇവിടെ വന്നിരുന്നു. അന്ന് എനിക്ക് 2 ആഴ്ചയായി പനി തുടങ്ങിയിട്ട് വിട്ടുമാറാതെ ഗുളിക കഴിക്കും തോറും പനി കൂടി കൂടി വിറയിച്ച് പനിക്കുകയായിരുന്നു. കാലിൻ്റെ അസ്ഥികൾ പൊളിഞ്ഞു പോണ മാതിരിയുള്ള വേദന ഉണ്ടായിരുന്നു. ഈ ധ്യാന ഹാളിൽ വന്ന് പ്രാർത്ഥനയിൽ കൂടിയ സമയത്ത് അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഒരു സഹോദരിക്ക് കാലിൻ്റെ അസ്ഥി പൊളിയുന്ന വേദനയോടുകൂടി, സഹിക്കാൻ പറ്റാത്ത വേദനയോടുകൂടി ഇവിടെ വന്നിട്ടുണ്ട്. ആ സഹോദരിയെ കർത്താവ് സഹിക്കപ്പെടുത്തുന്നെന്ന് പറഞ്ഞു. പിന്നെ ഇന്ന് വരെ ഞാൻ വിശ്വസിച്ച് അത് എൻ്റെ വേദനയാവും. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. എൻ്റെ വേദനയായിരിക്കും, അത് മാറ്റി തരണ ഈശോയെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഇന്ന് വരെ എനിക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഈ തലഭാഗത്ത് ഈ ഭാഗം മുഴുവനും മുള്ളിട്ട് വലിക്കുന്ന പോലെ തലയുടെ ഉള്ളിൽ ഭയങ്കര വേദനയായിരുന്നു. ആ വേദനയ്ക്ക് ആണ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗമായിരുന്നോ? അതെ. ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് എത്ര നാളായിട്ടുള്ളതാ? ഒരു 9 മാസമായി ട്രീറ്റ്മെന്റ് സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാനിവിടെ അന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഈ തലവേദന ശക്തിയായിട്ട് വന്നാൽ സ്കാനിങ് ചെയ്യണം. 6000 രൂപയുടെ സ്കാനിങ് ആണ് നടത്തേണ്ടി വരിക. അതൊരു ഗൗരവമുള്ള സ്കാനിങ് ആണ്, നിസ്സാരമല്ല. അപ്പോൾ അതിനുമായിട്ട് ഇനി വേദന വന്നാൽ താമസിക്കരുത്, ഉടനെ വരണമെന്ന് പറഞ്ഞയച്ചു. അതിനുശേഷമാണ് ഈ പനി വന്നത്. ആ പനി വന്നപ്പോൾ ആ പനിയോടുകൂടി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടി. ധ്യാനം കഴിഞ്ഞ് പോകുന്ന സമയത്ത് അച്ഛൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വിവരങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, സമാധാനമായിട്ട് ഇപ്പോൾ ഒക്കെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ ചെന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കണ നേരമായപ്പോൾ ഒരു 2 തുമ്പൽ തുമ്പി. ആ തുമ്പലോട് കൂടിയിട്ട് മൂക്കിന്ന് വിട്ട് പൈപ്പത്തിന് തുറന്നു വിടണ മാതിരിയുള്ള വെള്ളം 2 മൂക്കിന്ന് ഒരേപോലെ വന്നു തുടങ്ങി. പൈപ്പിൽ നിന്ന് വെള്ളം പോണ പോലെ അത്ര ശക്തിയായ വെള്ളം വരിക മൂക്കിന്ന്, നിൽക്കുന്നില്ല. തുടയ്ക്കും തോറും കൂടി കൂടി വന്നു. അന്ന് രാത്രി നേരം പുലരുന്നവരെ ഈ വെള്ളം എങ്ങനെ കിടന്നാലും മൂക്കിന്ന് വെള്ളം വരികയായിരുന്നു. അപ്പോൾ അന്ന് നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഇത് നിന്നു. പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോൾ, പകലൊന്നും ഒരു കുഴപ്പം കണ്ടില്ല. പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോൾ വീണ്ടും അങ്ങനെ വെള്ളം വന്നു. ആ മൂക്കിന്ന് 2 മൂക്കിന്ന് ഒരേപോലെ വെള്ളം വരും. അങ്ങനെ നേരം വെളുക്കുന്നവരെ ആ 2 ദിവസം രാത്രിയിലും വെള്ളം വന്നുകൊണ്ടിരുന്നു. പിന്നെ ഇന്ന് വരെ ആ തലയിലെ വേദന ഉണ്ടായിട്ടില്ല. തലയ്ക്ക് ഭാരം കുറഞ്ഞു, തലവേദന മാറി. ഇന്നേ വരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ.